യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയതോടെ ലോകം വീണ്ടും യുദ്ധത്തിന്റെ കൊടുങ്കാറ്റിനെ ഭയന്നു തുടങ്ങി. ഇത് അമേരിക്കയുമായുള്ള ചർച്ചയിൽ പെടില്ല എന്ന വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുടെ വ്യക്തമാക്കൽ പുറത്തു വന്നതോടെ വീണ്ടും യുദ്ധത്തിന്റെ കാർമേഘം ലോകത്തിനു മുകളിൽ ഉരുണ്ടുകൂടുകയാണ്. തങ്ങളുടെ ആണവ സംവിധാനം ബോംബുകൾ കൊണ്ട് തകർക്കാനാകില്ല എന്നും ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു. ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തണമെന്ന ഇസ്രായേൽ ആവശ്യം ഇതോടെ ഇറാൻ അംഗീകരിക്കില്ല എന്ന കാര്യം ഉറപ്പായി. ആണവ ചർച്ചകളിൽ ഇറാനുമായുള്ള പിന്തുണ ഇന്നും റഷ്യ ആവർത്തിച്ചുറപ്പിച്ചു. 10 ദിവസത്തിനകം ധാരണയിലെത്തണമെന്നായിരുന്നു അമേരിക്കയുടെ അന്ത്യശാസനം. അതിനിടെ മിഡിൽ ഈസ്റ്റിലേക്ക് അമേരിക്ക അയച്ച പടക്കപ്പലായ USS ജെറാൾഡ് ഫോർഡ് മെഡിറ്ററേനിയൻ കടലിലെത്തി. പാശ്ചാത്യ സമ്മർദ്ദങ്ങളും പ്രാദേശിക സംഘർഷങ്ങളും കടുത്തുവരുന്ന സാഹചര്യത്തിൽ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കില്ല എന്ന് ഇറാൻ പ്രഖ്യാപിച്ചത് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ പ്രതിഫലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇറാൻ തന്റെ ആണവ പരിപാടി ഒരു സ്വാഭാവിക അവകാശമാണെന്നും അത് വിദേശ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് ഉപേക്ഷിക്കാനാകില്ല എന്നുമാണ് വ്യക്തമാക്കുന്നത്. ആ രാജ്യത്തിന്റെ രാഷ്ട്രീയ ദൃഢനിശ്ചയത്തിന്റെ പ്രകടനമാണ് അവരുടെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത്. ഇറാന്റെ ഈ നിലപാട് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് ഇസ്രയേലിനെയാണ്. ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തണമെന്ന ഇസ്രയേൽ ആവശ്യം ഇപ്പോൾ വ്യക്തമായി തള്ളിക്കളയപ്പെട്ടിരിക്കുകയാണ്. ഇസ്രയേൽ ഭരണകൂടം ഇറാന്റെ ആണവ പരിപാടി അവരുടെ ദേശീയ സുരക്ഷയ്ക്ക് നേരിട്ടുള്ള ഭീഷണിയാണ് എന്ന് വാദിക്കുന്നു. എന്നാൽ ഇറാൻ ആവർത്തിച്ചു പറയുന്നത് അവരുടെ ആണവ പരിപാടി സമാധാനപരമായ ഉദ്ദേശങ്ങൾക്കാണ് എന്നതാണ്. ഇത് വെറും 2 രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കമല്ല, ഇതൊരു വലിയ ഭൗതിക രാഷ്ട്രീയ പടയൊരുക്കത്തിന്റെ മുന്നൊരുക്കമാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാനെ ഉപരോധത്തിലൂടെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇറാൻ തന്റെ സ്വയം പര്യാപ്തതയും സാങ്കേതിക ശേഷിയും ശക്തിപ്പെടുത്തുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യുറേനിയം സമ്പുഷ്ടീകരണം, വൈദ്യുതി ഉൽപാദനം, മെഡിക്കൽ ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ പ്രയോജനകരമാണെന്ന് ഇറാൻ വാദിക്കുന്നു. എന്നാൽ അതേ സാങ്കേതിക വിദ്യ ആണവായുധ നിർമ്മാണത്തിനും ഉപയോഗിക്കാമെന്നതിനാൽ ആഗോള സമൂഹം അതിനെ സംശയത്തിലാണ് കാണുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത ആണവ കരാറുകളുടെ ചരിത്രമാണ്. 2015 ഒപ്പുവെച്ച ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ പ്രകാരം ഇറാൻ ചില നിയന്ത്രണങ്ങൾ അംഗീകരിച്ചിരുന്നു. എന്നാൽ പിന്നീട് അമേരിക്ക കരാറിൽ നിന്ന് പിന്മാറിയതോടെ അവസ്ഥ വീണ്ടും സംഘർഷഭരിതമായി. കരാർ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പല തവണ നടന്നുവെങ്കിലും വ്യക്തമായ പുരോഗതി ഉണ്ടായിട്ടില്ല. ഇറാന്റെ പ്രഖ്യാപനം പ്രാദേശിക സുരക്ഷാ സമവാക്യങ്ങളെ വീണ്ടും മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. മധ്യപൂർവേഷ്യയിൽ സൈനിക സംഘർഷം ശക്തമാകാനുള്ള സാധ്യതയെ ഇത് വർദ്ധിപ്പിക്കുന്നു. ഒരു വശത്ത് ഇസ്രായേൽ കർശന നടപടികൾക്ക് തയ്യാറാണെന്ന് സൂചന നൽകുമ്പോൾ മറുവശത്ത് ഇറാൻ തന്റെ പരമാധികാരം സംരക്ഷിക്കുമെന്ന ഉറച്ച നിലപാടിലാണ്. ഈ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര സമൂഹം എടുക്കേണ്ട സമീപനം നിർണായകമാണ്. സൈനിക നടപടി പ്രശ്നപരിഹാരമാകില്ല എന്ന് ചരിത്രം പലതവണ പഠിപ്പിച്ചിട്ടുണ്ട്. സംവാദവും നയതന്ത്രവും മാത്രമാണ് ദീർഘകാല സമാധാനത്തിനുള്ള ഏക മാർഗം. എന്നാൽ അതിന് ഇരുവശവും പരസ്പര വിശ്വാസം പുലർത്തണം. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണത്തെ ചുറ്റിപ്പറ്റിയുള്ള ഈ വിവാദം വെറും സാങ്കേതിക വിഷയമല്ല, അത് ദേശീയ അഭിമാനത്തിന്റെയും രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന്റെയും പ്രതീകമായി മാറിയിരിക്കുകയാണ്. ലോകശക്തികളുടെ സമ്മർദ്ദങ്ങൾക്കിടയിൽ സ്വന്തം വഴിയിൽ മുന്നേറാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. അതേസമയം ആഗോള സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ ഉത്തരവാദിത്വ ബോധം പാലിക്കണമെന്നും അന്താരാഷ്ട്ര സമൂഹം ആവശ്യപ്പെടുന്നു. ഇനി കാണേണ്ടത് ഈ നിലപാട് ലോകരാഷ്ട്രീയത്തിൽ എത്രത്തോളം പുതിയ സമവാക്യങ്ങൾ സൃഷ്ടിക്കുമെന്ന് തന്നെയാണ്. ശക്തി പ്രകടനങ്ങൾക്കു പകരം സമവായത്തിലൂടെ ഒരു സമാധാനപരമായ പരിഹാരം കണ്ടെത്താൻ കഴിയുമോ എന്നത് വരും ദിവസങ്ങൾ വ്യക്തമാക്കും. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് ലോകത്തിന് ചിന്തിക്കാൻ പോലും കഴിയുന്നതിന് അപ്പുറമാണ്.